ഇത് വെള്ളാരക്കടവ് ഗ്രാമം. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ ടൗണിലെത്താൻ കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങണമെന്നുള്ളത് കൊണ്ട് അത്യാവശ്യ യാത്രയ്ക്ക് ഇവിടുത്തുകാർക്ക് ഇപ്പോഴും വലിച്ചു തന്നെയാണ് ചലനം. മലയാളക്കര ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന 18-ലെ ആ വെള്ളപ്പൊക്കത്തിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങി മരിച്ച തങ്കപ്പൻ്റെ വീടാണ് കാണുന്നത്. ഇവള് തങ്കപ്പൻ്റെ ഏക മകൾ പാർവതി എന്ന പാറു. ആ പാത്രം കഴിയുന്നതാണ് പാറുവിൻ്റെ അമ്മ സുമതി. പിന്നെന്താ, സൈക്കിളിൽ വന്നിറങ്ങിയ രണ്ടുപേരെ കണ്ടില്ലേ? അവരാണ് പാറുവിൻ്റെ സന്തത സഹചാരികളായ കിങ്കരന്മാർ. വേണമെങ്കിൽ ബോഡി ഗാർഡെന്നും പറയാം. പാർച്ചെന്ന് വെച്ചാൽ രണ്ടാൾക്കും ജീവനാണ്. തിരിച്ചവർക്കും അങ്ങനെ തന്നെ. ഇനിയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് വഴിയേ പരിചയപ്പെടാം. എടി സുമേ, ഇത്തിരി എന്തെങ്കിലും കഴിക്കണ്ടേ കൊച്ചേ? വയറ്റിലാട്ടി ഇത്തിരി കഞ്ഞിയെങ്കിലും ചെല്ലട്ടെ. ഞാൻ പിന്നെ കഴിച്ചോളാം നാത്തൂനെ. നടക്കാൻ പാകമുണ്ടായിരുന്നെങ്കിൽ ആശുപത്രിയിലായി പോയി. എന്റെ മോള് എന്നെ പഠിപ്പിച്ച മനസ്സാരിപ്പല്ല. ഇന്നൊരു ദിവസം കൂടി കേരള പോലീസിന് ടൈം കൊടുക്കും. പക്ഷേ അവന്റെ അന്ത്യം എന്റെ കൈകൊണ്ടായിരിക്കും. ഓക്കേ? എന്റെ പൊന്നു മോളെ, പാറുവിന്റെ കൂട്ടുകാരൻ മോനെ, നീ എങ്ങനെ സഹിക്കണ്ട. അവള് ഈ വീടിന്റെ വിളക്കാരനോട് ഇനി കുടിക്കരുന്നല്ലോ ഡോക്ടർ പറഞ്ഞേക്കണേ. കരലും പോയിരിക്കുന്നവരോട് എന്താണോ ഡോക്ടർ? നമ്മുടെ നാട്ടിൽ അടുത്ത വിഷം തന്നെ ഉണ്ട്. അപ്പൊ വന്നെ വരവോക്ക്. കുമാരചേട്ടോയ് വാടാ. സോമചേട്ടൻ രാവിലെ തന്നെ പാമ്പാണല്ലോ. അതെ, തങ്കപ്പൻ്റെ അനിയൻ ശശിയും കുടുംബവും വഴക്കിട്ട് പോയിന്ന് രായപ്പഞ്ഞാന്റെ പീടിയെ പറഞ്ഞിട്ടില്ല. ഓ, അത് ഇത്ര പാട്ടായ? എന്താ സംഭവം? രക്തബന്ധമുള്ളവർ ഇവിടെ ഉള്ളപ്പോ ദാരിക്കുന്ന കൂട്ടുകാരൻ ചെറുക്കനെ കൊണ്ട് ബലിയിടിക്കാൻ തീരുമാനിച്ചപ്പോ അതപ്പ തുടങ്ങിയതാ പ്രശ്നം. ഒന്നും രണ്ടും പറഞ്ഞ് അതങ്ങ് പോയി. ഓഹോ, എന്നിട്ട് എന്താവാനാണ്? രക്തബന്ധത്തിന്റെ കഥയൊന്നും നീ എന്നെ കൊണ്ട് പറയിപ്പിക്കില്ലടാ ശശി. എന്റെ കൊച്ചിനെ സ്വന്തം പെങ്ങളെപ്പോലെ കൈവെള്ളയെ കൊണ്ടു നടക്കുന്ന ഈ കിടാങ്ങള് ബലിയിടണതാ എനിക്കിഷ്ടമെന്ന് നാണിത്തള്ള പറഞ്ഞതോടെ പ്രശ്നം അവിടെ തീർന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊച്ചിന്റെ ബോഡി കൊണ്ടുവന്നപ്പോ ആ 2 പിള്ളേർക്കിടെ ചങ്ക് പൊട്ടിയുള്ള കരച്ചിൽ കേട്ടാ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ലടാ. ഓ എന്റെ ദൈവമേ, സത്യം പറഞ്ഞ അത് കണ്ടിട്ട് കരയാത്തവരായിട്ട് ആരുമില്ലായിരുന്നു.
പണ്ട് ക്രാങ്ങൾ പുഴയെ മുങ്ങിച്ചാവാൻ പോയപ്പോ രക്ഷിച്ച ആളല്ലേ ഞങ്ങളുടെ പാറു. അന്ന് തുടങ്ങിയുള്ള സ്നേഹമാണ്. പാറു ചേച്ചി എന്ന് പറഞ്ഞ അവര് ചാകും. സ്നേഹം മാത്രമല്ല, പിള്ളേർക്ക് നല്ല ചങ്കുറപ്പുണ്ട്. കാര്യം കഴിഞ്ഞ് ജോപ്പം പൊന്തക്കാട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണല്ലോ പിള്ളേർ അവനെ കണ്ടത്. കണ്ട കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നു കളയുമെന്ന് ജോപ്പം പിള്ളേരെ ഭീഷണിപ്പെടുത്തി. വള്ളി പുള്ളി വിടാണ്ട് പോലീസിന് പിള്ളേര് മൊഴി കൊടുത്തു. അതിലാണ് നുമ്മ അവരെ സമ്മതിച്ചു കൊടുക്കേണ്ടത്. അത് ശരിയാ. വേറെ ഏത് ക്രാങ്ങളാണെങ്കിലും ജോബിനെ പേടിച്ച് കമാന്ന ലക്ഷം പുറത്തു പറയില്ല. പിള്ളേര് മൊഴി കൊടുത്തിട്ടും ഈ നേരം വരെ അവനെ അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. പോലീസിന് ആവശ്യം തെളിവല്ലടാ. അതിതുവരെ കിട്ടിയിട്ടില്ല എന്നാ എന്റെ അറിവ്. അതല്ലെങ്കിലും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുന്ന ഇവനെയൊക്കെ പിടിച്ചാലും തെളിവ് കിട്ടുമെന്ന് എനിക്ക് തോന്നണ്ട. തെളിവ് നശിപ്പിക്കാണ് കേസ് ഇത്രയും നാൾ നീട്ടിക്കൊണ്ടുവന്ന് ഏത് പൊട്ടക്കണ്ണ അറിഞ്ഞൂടെ? അത് ശരിയാണ്. ചുരുക്കി പറഞ്ഞ കാശും പത്രാസും ഇല്ലാത്ത ഞങ്ങളുടെ കൂട്ടർ ചത്ത ഒരു പട്ടിയുടെ വില പോലും കൽപ്പിക്കില്ല. അത് പിന്നെ പതുക്കെ പറയണ. അങ്ങനെ അടച്ചു പറയാൻ വരട്ടെ, കാര്യങ്ങളുടെ പോക്കൊന്ന് കാണാലോ. ഓ ഫസ്റ്റ് പോലീസുകാർക്ക് അവനെ പിടിക്കാൻ പറ്റാഞ്ഞിട്ടാണ്. ജോപ്പൻ ആ തുരുത്തിലുണ്ടെന്നുള്ളത് ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. അതാണല്ലോ നമ്മുടെ നാടിന്റെ പ്രത്യേകത. വേണ്ടപ്പെട്ടവരാരെങ്കിലും ആണെങ്കിൽ അറസ്റ്റ് എത്ര നാൾ വേണമെങ്കിലും നീട്ടിക്കൊണ്ടു പോകും. അല്ല, ഇവിടെ ഏത് നേതാവിനെയാണ് അഴിമതിക്കും കൊലപാതകത്തിനും അറസ്റ്റ് ചെയ്ത് ജയിലടച്ചേക്കണത്? അഥവാ അകത്ത് ഇട്ടാൽ തന്നെ സുപ്രീം കോടതിയിലെ ഏതെങ്കിലും വക്കീൽ വന്ന് പുഷ്പം പോലെ പുറത്തിറക്കുകയും ചെയ്യും. ഇതും അങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. കേസ് വിളിച്ചാൽ തന്നെ വിചാരണ തുടങ്ങണമെങ്കിൽ കൊല്ലങ്ങളെടുക്കും. എല്ലാം കഴിഞ്ഞ് ശിക്ഷ വിധിക്കുമ്പോഴത്തേക്കും അവന്റെ മൂക്കിൽ പല്ല് മുറിച്ചിട്ടുണ്ടാവും. അതാണല്ലോ നമ്മുടെ നിയമവ്യവസ്ഥ. ചുരുക്കി പറഞ്ഞ എര വീട്ടില് പട്ടിണി കിടക്കുമ്പോ പ്രതിക്ക് ജയിലിൽ ഇറച്ചി മുട്ടയും കൊടുത്തെങ്കിലും കൊഴിപ്പിക്കല്ലേ. ഇറങ്ങുമ്പോ പിന്നെ ആരെങ്കിലും പീഡിപ്പിക്കണ്ടേ? രാഷ്ട്രീയത്തിൽ നേര് നെറിവില്ലാത്തവന്മാർ എന്ന് വന്നോ അന്ന് തീർന്നു നമ്മുടെ നാടിന്റെ നല്ല കാലം. പണ്ടൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു സേവനായിരുന്നു. ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ലേ. പണവും അധികാരവും കയ്യിലുണ്ടോ ഇവിടെ സത്യമില്ല, നീതിയില്ല. പന്നുണ്ടല്ലോ അടുത്ത ആൾക്കാര്. കള്ള ദൃഷ്ടിയാ. ആ ജോബേ, അവിടുന്ന് ഒരു കസേര എടുത്തിട്ടിരിക്കേ. ഞങ്ങൾ ഇനി ഇരിക്കണേലേ ജോപ്പനെ അറസ്റ്റ് ചെയ്യണം. നാളെ മുതൽ സമരത്തിന്റെ രീതി അങ്ങോട്ട് മാറ്റിയാണ്. അതിന്റെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഓടിയത് കൊണ്ടാണ് വരാൻ വൈകിയത്. ചടങ്ങുകളൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ? പിന്നെ ചടങ്ങ് കഴിഞ്ഞിട്ട് എത്ര നേരമായി? ഹലോ, ശരി. ആ ഞാനേ മരണ വീട്ടിലാണല്ലോ. ഇന്ന് ചടങ്ങ് തീരുന്ന ദിവസം ഓർന്നില്ലേ? എന്നിട്ട് ഇപ്പഴാ അവനോട് ഇരിപ്പുണ്ടല്ലോ. ഞാൻ വിളിക്കാം. വെച്ചോ. പിള്ളേര് മൊഴി കൊടുത്തവരേ ജോപ്പന്റെ ചെവിയിലെത്തിയിരുന്നട്ടാ. അവൻ ഈ പയ്യന്റെ വീട്ടിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ പയ്യന്റെ വീട്ടിലേക്ക് പോണ കണ്ടെന്നും പറഞ്ഞാണ് മാധവന് പൊളിച്ചത്. സംഭവം കളറായിട്ടാ. തുറക്കണ തുറക്കണ. തുറക്കാന്ന് പറഞ്ഞ തുറക്കണ.
നായിന്റെ മോനെ ചെക്കനോടെ ഒരു തവണ ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞതാ, എന്നിട്ട് അതൊന്നും കേക്കാണ്ട് കറക്കാരെ വാക്കും കേട്ട് എനിക്കെതിരെ സാക്ഷി പറയാൻ നിന്റെ മകന്റെ നാവ് പൊങ്ങിയ നിന്നെ തള്ളേന്ന് വിളിക്കാൻ അവനുണ്ടാവില്ല. ഇത് ജോപ്പിനാണ് പറയുന്നത്. എടി, ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും ശിക്ഷ ഒന്നേ ഉള്ളൂ, അത് നീ ഓർത്തോ. പിന്നെ നീയൊക്കെ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞ നിനക്കൊക്കെ കുറെ കാലം കൂടി ഇവിടെ ജീവിക്കാം, കേട്ടോളേ മോളെ. ജോപ്പൻ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കില്ലൂടാ. പാറു ചേച്ചിനെ തൊട്ടാന്ന് തന്നെ അവന് സമ്മാനം കൊടുക്കണ്ടായിരുന്നു. ഒളിഞ്ഞും പോന്നു അടിക്കണ